ലെഗസി ഓഫ് നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ലെഗസിയെക്കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചാണ് ഒന്നാമത്തെ മൊഡ്യൂളുള്ളത്. വൈവിധ്യങ്ങളും സ്വപ്നങ്ങളും നിറഞ്ഞ നാട്ടിൽ ഒരു മഹാപ്രസ്ഥാനം പിറവിയെടുക്കുകയും അത് ജനകോടികളുടെ ഹൃദയങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ജ്വാല ജ്വലിപ്പിക്കുകയും ചെയ്തു. ദേശീയ പ്രസ്ഥാനമെന്ന് വിളിക്കപ്പെട്ട ഈ പ്രസ്ഥാനം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവായി മാറി. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൻ്റെ ചങ്ങലയിൽ നിന്ന് മോചിതരാകാൻ സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ളവരുടെ ഐക്യശ്രമമായിരുന്നു ദേശീയ പ്രസ്ഥാനം. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടം, നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, ഓരോ ഇന്ത്യക്കാരൻ്റെയും അവകാശങ്ങൾക്കും അന്തസ്സിനും വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നമ്മുടെ രാഷ്ട്രം ഉണർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, BR അംബേദ്കർ തുടങ്ങിയവരുടെ സ്വാതന്ത്ര്യവും സമൃദ്ധവുമായ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഇന്ത്യയിലെ ജനങ്ങളെ പ്രചോദിപ്പിച്ചു. നല്ല ഭാവിയിലേക്കുള്ള വഴികാട്ടികളായി അവർ മാറി. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ മനുഷ്യരുടെ ത്യാഗത്തിലാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അടിച്ചമർത്തുന്ന ബ്രിട്ടീഷ് ഭരണത്തെ ഓരോ ഘട്ടത്തിലും വെല്ലുവിളിച്ച് അവർ പ്രതിഷേധങ്ങളും ബഹിഷ്കരണങ്ങളും മാർച്ചുകളും സംഘടിപ്പിച്ചു. അവരുടെ ധൈര്യവും നിശ്ചയദാർഢ്യവും അചഞ്ചലമായ ചൈതന്യവും രാജ്യത്തെ മുഴുവൻ ഇളക്കിമറിച്ചു. ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചപ്പോൾ നമ്മുടെ രാജ്യത്തെ ഭരിക്കാൻ ഒരു ഏകീകൃത തത്വങ്ങളുടെ ആവശ്യകത പ്രകടമായി. ഇതൊരു മഹത്തായ ദൗത്യത്തിലേക്ക് ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചു. അതായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണം. എല്ലാവർക്കും നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉറപ്പാക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് അടിത്തറ പാകുന്ന ഒരു രേഖയായി 1950 ജനുവരി 26-ന് ഭരണഘടന നിലവിൽ വന്നു. അന്നേ ദിവസം റിപ്പബ്ലിക് ഓഫ് ഇന്ത്യയുടെ പിറവിയെ അടയാളപ്പെടുത്തി. ജനാധിപത്യത്തിൻ്റെ വിജയത്തെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തെയും പ്രതീകപ്പെടുത്തുന്ന ഒരു ചരിത്ര നിമിഷമായിരുന്നു അത്. ഒരു രാഷ്ട്രമെന്ന നിലയിൽ നമ്മുടെ യാത്ര തുടരുമ്പോൾ ഈ പൈതൃകത്തെ ഓർക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ അവകാശങ്ങളും നിസ്സാരമായി കാണേണ്ടതില്ല എന്ന ഓർമ്മപ്പെടുത്തലായി ഇത് പ്രവർത്തിക്കുന്നു. നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൂല്യങ്ങളെ നാം വിലമതിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും അതിലൂടെ നീതിപൂർവവും പുരോഗമനപരവുമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനും കഴിയണം. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യവും ഭരണഘടനാ നിർമ്മാണവും നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിലെ ഒരു അധ്യായം മാത്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ ഭാഗധേയം രൂപപ്പെടുത്താൻ സാധാരണ വ്യക്തികൾ ഒത്തുചേർന്നതിൻ്റെ സജീവമായ തെളിവാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഈ പാരമ്പര്യത്തിൽ നിന്നാണ് നമ്മുടെ മഹത്തായ ഭരണഘടന ഉണ്ടായത്.